കോൺഗ്രസ് സർക്കാരുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സംഘപരിവാറിനെതിരായിട്ടുള്ള സർക്കാർ നടപടികൾ അതിൽ കോൺഗ്രസ്സിന് എവിടെയൊക്കെ വീഴ്ച പറ്റിയിട്ടുണ്ടോ പിൽക്കാലത്ത് ആ സർക്കാരുകൾക്ക് ഗുരുതരമായ തിരിച്ചടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സവർക്കർ ഗാന്ധി കൊലപാതകത്തിൽ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ വിട്ടയക്കപ്പെട്ട ഒരാളാണ് കോടതിയിൽ നിന്ന്. ആ വിട്ടയക്കപ്പെടാനുള്ള കാരണം എന്താണ്? പോലീസ് വേണ്ടത്ര തെളിവുകൾ, സാക്ഷിമൊഴികൾ കോടതിയിൽ ഹാജരാക്കിയില്ല എന്ന് വെറുതെ ആരോപിക്കുന്നതല്ല. പിന്നീട് ഇന്ദിരാഗാന്ധി സർക്കാർ തന്നെ 1965 കമ്മീഷൻ വെച്ചു, കപൂർ കമ്മീഷൻ 1967 സവർക്കർ മരിച്ചു 1 വർഷത്തിന് ശേഷം കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തു. ഈ കമ്മീഷൻ കണ്ടെത്തിയത് എന്താണെന്നറിയോ? ബോംബെ പോലീസ് ലഭ്യമായ സാക്ഷിമൊഴികൾ കോടതിയിൽ ഹാജരാക്കാത്തതുകൊണ്ടാണ് സവർക്കർ വിട്ടയക്കപ്പെട്ടതെന്നാണ്. ലഭ്യമായ സാക്ഷിമൊഴികൾ, ആ സാക്ഷിമൊഴികളുള്ള ആളുകളെ കപൂർ കമ്മീഷൻ നേരിട്ട് കണ്ട് മൊഴിയെടുക്കുകയും അവർ അതേ മൊഴി ആവർത്തിക്കുകയും ചെയ്തു. അത് ഈ ഗാന്ധിവധത്തിന് ഇത്ര മണിക്കൂറുകൾക്ക് മുമ്പ് സവർക്കറുടെ വീട്ടിൽ ഗോഡ്സെയും മറ്റുള്ളവരൊക്കെ കൂടി ഗൂഢാലോചന നടത്തിയെന്നും അവർക്ക് വേണ്ടിയുള്ള പണവും ബാക്കിയെല്ലാം ലോജിസ്റ്റിക്സും ഒരുക്കി കൊടുത്തത് സവർക്കർ തന്നെയാണെന്നും സവർക്കറുടെ സെക്രട്ടറിയും വേലക്കാരനും കപൂർ കമ്മീഷൻ മൊഴി നൽകി. ഈ മൊഴി പോലീസിൻ്റെ പക്കലുണ്ടായിട്ടും പോലീസ് എന്ത് ചെയ്തില്ല? പ്രൊഡ്യൂസ് ചെയ്തില്ല. സവർക്കർ വിട്ടയച്ചു. ഈ ഒറ്റ കാര്യം ഒന്ന് ആലോചിച്ചു. കേട്ടോ, ഇതേ സവർക്കറെ 1980 അദ്ദേഹത്തിൻ്റെ ഈ ജന്മശതാബ്ദിയോട് അനുബന്ധിച്ച് ഇന്ദിരാഗാന്ധി അദ്ദേഹത്തിൻ്റെ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു സന്ദേശത്തിൽ, സവർക്കർ മഹാനായിരുന്നു, നല്ല ഫ്രീഡം ഫൈറ്ററായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേരിൽ സ്റ്റാമ്പ് ഇറങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കുക. ഗാന്ധി വധത്തിന് കാരണക്കാരനായ അതിന് ഗൂഢാലോചന നടത്തിയതിൻ്റെ പേരിൽ തെളിവ് പോലീസ് ഹാജരാക്കുന്നതുകൊണ്ട് മാത്രം വിട്ടയക്കപ്പെട്ട സവർക്കറോട് ഒരു ചെറിയ അനുഭാവ സമീപനം, ചിലപ്പോൾ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചായിരിക്കും, അല്ലെങ്കിൽ 80കളിലെ ഇന്ദിരാഗാന്ധിയുടെ ഒരു ഹിന്ദുത്വ പ്രീണന രാഷ്ട്രീയം ഉണ്ടായിരുന്നു, അതിന് പിന്നീട് അവർക്ക് തന്നെ തിരിച്ചു കിട്ടി, അതുമായി ബന്ധപ്പെട്ടുമായിരിക്കും ഇങ്ങനൊരു വിട്ടുവീഴ്ച നടത്തി. പിന്നീട് നമ്മൾ കാണുന്നത് എന്താണ്? 2000 ആണ്ട് ബി ജെ പിയുടെ വാജ്പേയി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പാർലമെൻ്ററി സെൻട്രൽ ഹാളിൽ സവർക്കറുടെ ചിത്രം പ്രത്യക്ഷപ്പെടുന്നു. പിന്നീട് ഇതേ ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകൻ പ്രതിപക്ഷ നേതാവ് വരുമ്പോൾ സവർക്കറെ നിന്ദിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് രാജ്യം മുഴുവൻ കേസ്. എന്നിട്ട് ഇതേ രാഹുൽ ഗാന്ധിക്ക് ഡിഫെൻഡ് ചെയ്യുവാണ്, സ്വന്തം ഗ്രാൻഡ് മദറിനെ ഡിഫെൻഡ് ചെയ്യുവാണ്. എന്നോട് എൻ്റെ മുത്തശ്ശി പറഞ്ഞത് സവർക്കറെ പറ്റി ക്രിട്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്, ഒരിക്കലും സവർക്കർ പുകഴ്ത്തി പറഞ്ഞിട്ടില്ല. പക്ഷെ മറ്റത് അവിടെ കിടക്കായത് ജന്മശതാബ്ദിക്ക് അയച്ച സ്റ്റാമ്പും ജന്മശതാബ്ദിക്ക് അയച്ചു കൊടുത്ത മെസ്സേജ് അവിടെ കിടക്കുകയാണ്. ഇത് ഒരു ഉദാഹരണം. വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടാം യു പി എ സർക്കാരിൻ്റെ കാലത്ത് മാലേഗാവ്, ഹൈദരാബാദ്, മക്ക മസ്ജിദ് സ്ഫോടനങ്ങൾ, ഈ സ്ഫോടനങ്ങളിൽ സ്വാമി അസീമാനന്ദയുടെ മൊഴി കിട്ടുന്നു. മൊഴി വെറും മൊഴിയല്ല, അന്വേഷണ സംഘത്തിനുള്ള മൊഴിയല്ല, മജിസ്ട്രേറ്റിന് കൊടുക്കുന്ന 124 സ്റ്റേറ്റ്മെൻറ്റാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് ലഭിച്ചതിൽ RSSൻ്റെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായ ഇന്ദ്രേഷ് കുമാർ ഈ ഗൂഢാലോചനയിൽ പങ്കാളികളാണ്. ഈ സ്ഫോടനങ്ങൾക്ക് മുഴുവനുമായ സഹായം കൊടുത്തതും ഇന്ദ്രേഷ് കുമാറാണ്. ഞങ്ങളോട് സന്യാസിമാരുടെ വേഷത്തിലും മറ്റും പോകാൻ പറഞ്ഞത് അദ്ദേഹമാണ്, ആരും സംശയിക്കില്ല എന്ന് പറഞ്ഞത് അദ്ദേഹമാണെന്ന് തുടങ്ങി നിരവധി വിശാലമായ സാക്ഷിമൊഴി മജിസ്ട്രേറ്റിന് മുമ്പിൽ കിട്ടുന്നു. അതിന് പിന്നിൽ CBI അന്വേഷണം ആരംഭിക്കുന്നു. 2009 UPA സർക്കാർ ആണ് NIA രൂപീകരിക്കുന്നത്. ഈ NIA രൂപീകരിക്കുമ്പോൾ അന്ന് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ആയിരുന്ന ആളാണ് RK സിംഗ്. ഈ RK സിംഗിൻ്റെ കീഴിൽ NIA ഈ കേസ് അട്ടിമറിക്കുന്നു. 2014 മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആ ബീഹാറിൽ നിന്നുള്ള ലോക്സഭാംഗമായിട്ടാണ് പിന്നെ നമ്മൾ RK സിംഗിനെ കാണുന്നത്. അപ്പോൾ സ്വന്തം ഉദ്യോഗസ്ഥരുടെ ഇടയിൽ, സ്വന്തം പേഴ്സണൽ സ്റ്റാഫുകൾക്കിടയിൽ, സ്വന്തം സർക്കാരിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഈ സംഘപരിവാർ ഉണ്ട് എന്ന ബോധത്തോടെ വേണം രമേശ് ചെന്നിത്തലയും VD സതീശനും UDFും കോൺഗ്രസും ഒക്കെ പ്രവർത്തിക്കാൻ. അല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എടുക്കുന്ന നടപടികളിൽ ചിലപ്പോൾ തിരിച്ചടി നേരിടും. ഇന്ന് ചെയ്യുന്നൊരു കാര്യം ചിലപ്പോൾ 10 കൊല്ലം കഴിഞ്ഞ് സ്വന്തം പാർട്ടിക്ക് തന്നെ കോടാലിയായിട്ട് വരും എന്നൊരു ജാഗ്രത UDFനും കോൺഗ്രസിനും ഉണ്ടായാൽ മതി. ഓർക്കേണ്ട മറ്റൊരു കാര്യം, കൂടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയുണ്ട്. എന്തെങ്കിലും ഒരു വീഴ്ചയുണ്ടെങ്കിൽ സംഘപരിവാർ അത് ഉപയോഗിക്കുക ലീഗിനെതിരെയായിരിക്കും. അവർ കൂടുതൽ അത് കത്തിക്കാനുള്ള സാധ്യത UDF ഭരണത്തിലുണ്ടെന്നോ ഓർക്കുകയും കൂടിയാണ്.